നമസ്കാരം. സൗദി അറേബ്യയ്ക്ക് സ്വന്തം മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്ന സിവിൽ ആണവ കരാർ പൂർണ്ണമായും തയ്യാറായിട്ടും എന്നാൽ അത് ഒപ്പുവെക്കാതെ ഒഴിഞ്ഞുമാറി നടക്കുന്ന സമീപനമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊള്ളുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൗദിയിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംയുക്ത കരാറിന്റെ കരട് കഴിഞ്ഞ 2025 ഒക്ടോബറിലാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് അന്തിമമാക്കിയത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ട്രംപ് ഭരണകൂടം ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകാത്തതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത യുദ്ധ സാഹചര്യവും യുഎസ് പാർലമെന്റ് ഈ കരാർ തടഞ്ഞേക്കുമെന്ന ആശങ്കയുമാണ് ഇത് വൈകുന്നതിന്റെ പ്രധാന കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ സൗദി അറേബ്യയും അതേ വഴി സ്വീകരിക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായും സൗദിക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്ന മേഖലയിലെ ആയുധ മത്സരം വർദ്ധിപ്പിക്കുമെന്നാണ് യുഎസിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരുടെ മുന്നറിയിപ്പ്. ഇവർക്കും സ്വാഭാവികമായി ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അവരും ആണവായുധം നിർമ്മിക്കും. ആണവായുധം നിർമ്മിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ രംഗത്ത് ഒരു മത്സരം ഉടലെടുക്കുമെന്ന ഒരു മുൻധാരണയാണ് അമേരിക്കയെ കൊണ്ട് ഈ കരാർ വൈകിപ്പിക്കുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്തായാലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധനകളും ഇല്ലാതെയാണ് പുതിയ യുഎസ് സൗദി കരാർ തയ്യാറായിരിക്കുന്നു എന്ന ആക്ഷേപവും ഇതിനിടെ ശക്തമാണ്. സിവിൽ ആണവ സഹകരണത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട്. അമേരിക്കൻ ആണവ സാങ്കേതിക വിദ്യ സൗദിക്ക് കൈമാറുന്നതിനൊപ്പം തന്നെ ആണവായുധ വ്യാപനത്തിനെതിരെയുള്ള ശക്തമായ പ്രതിജ്ഞാബദ്ധത ഉറപ്പുവരുത്തുവാനും തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് യുഎസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് 2025 ഒക്ടോബറിൽ വ്യക്തമാക്കിയിരുന്നത്. അമേരിക്ക വിദേശ രാജ്യങ്ങളുമായി ആണവ സാങ്കേതിക വിദ്യയും ഇന്ധനവും പങ്കുവെക്കുന്നതിന് മുൻപും ഒപ്പുവെക്കേണ്ട നിയമപരമായ ചട്ടക്കൂടാണ് 123 എഗ്രിമെന്റ്. ഈ കരാറിൽ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം സൗദിക്ക് പെട്ടെന്ന് യുറേനിയമോ ആണവ സാങ്കേതിക വിദ്യയോ ലഭിക്കില്ല. കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഓരോ തവണ ഇന്ധനവും സാങ്കേതിക വിദ്യയും കൈമാറുന്നതിന് പ്രത്യേകം അനുമതി വാങ്ങേണ്ടതുണ്ട്. അതേസമയം സൗദിക്ക് സ്വന്തം മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്നത് ഭാവിയിൽ വലിയ സുരക്ഷാ ഭീഷണിയാകുമെന്നും ആണവ വിദഗ്ധരായ ആൻഡ്രിയ സ്ട്രിക്കർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുഎസിന്റെ നിയന്ത്രണത്തിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതെങ്കിലും ഭാവിയിൽ ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം ആർക്ക് സൗദിക്ക് ഏറ്റെടുക്കില്ല എന്ന് ഉറപ്പു നൽകാനാകില്ല. അങ്ങനെ സംഭവിച്ചാൽ സൗദി ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ആ പ്ലാന്റ് ബോംബിട്ട് തകർക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഭാവിയിൽ യുഎസ് പ്രസിഡന്റുമാർ എത്തിയേക്കാമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഈ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളിലേക്ക് അമേരിക്ക ഇളവ് വരുത്തുന്നത് എന്നാണ് വിദഗ്ധരുടെ പൊതുവെയുള്ള ഒരു വികാരം. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ പ്രാബല്യത്തിൽ വരാൻ വൈകുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലും എത്തിയിരിക്കുന്നത്.